ചില ചുരിദാറിൻ്റെ പീസിനൊക്കെ കഴുത്തിനൊന്നും ഡിസൈൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് ഒരു ഡിസൈൻ നമുക്ക് കഴുത്തിന് വെച്ചിട്ട് അതിന് നല്ല ബട്ടൺസ് എല്ലാം കൊടുത്ത് ഭംഗി കൂട്ടാൻ വേണ്ടി പറ്റും. അപ്പോൾ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു പ്ലെയിൻ തുണി നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കതിന് നല്ല ഡിസൈനായിട്ട് സെൻറ്ററിൽ ഇതേപോലെ ചെയ്തെടുത്ത് പൈപ്പിംഗ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഏത് തുണിയാണ് നമ്മൾ ഡിസൈൻ ആക്കാൻ എടുക്കുന്നത് ആ തുണീനെ ക്യാൻവാസിൽ ഇതേപോലെ ഷേപ്പിൽ മുറിച്ചെടുത്ത് ഒട്ടിച്ചിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഈ 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ 3/4 ഇഞ്ചോ എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ 2 വൂളൻ നൂല് ചുരുട്ടിയെടുത്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി നേർത്തിട്ട് അടിച്ചിട്ടോ അല്ലെങ്കിൽ ഈ വൂളൻ നൂല് തന്നെ ഒരു 2-3 എണ്ണം ഇതുപോലെ ചുരുട്ടിയിട്ടോ എങ്ങനെയും ചെയ്തെടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ വെക്കാം. നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടില്ലേ അവിടത്തേക്ക് ചരിച്ചടിക്കുക. നിങ്ങളിപ്പോൾ 1 ഇഞ്ച് 3/4 ഇഞ്ച് എല്ലാം എടുത്തതാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഡിസൈൻ അടുത്തടുത്ത് നല്ല ഭംഗിയായിട്ട് കിട്ടും. ഞാനിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. ഞാൻ 2 ഇഞ്ച് ഗ്യാപ്പിന് വെച്ചുകൊണ്ട് എനിക്ക് കുറച്ച് വിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ആ 2 ഇഞ്ച് കാണുന്ന ആ മാർക്കിങ്ങിലൊക്കെ ചരിച്ചടിച്ചെടുത്ത് അവസാനം അവിടെ കട്ട് ചെയ്തിട്ട് അടിയിലേക്ക് ത്രെഡിനാക്കിയിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് വെക്കുക. ഇനി അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഇപ്പുറത്തെ സൈഡ് അതേപോലെ മാർക്കിങ് വീണ്ടും ഇട്ടിട്ടുണ്ട്. നമ്മൾ 2 സൈഡ് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഈ വൂളൻ നൂല് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് ഈ മാർക്കിങ്ങിന് കണക്കായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ അടിച്ചെടുക്കാം. നമ്മളെ കയ്യിൽ ഒരു പ്ലെയിൻ തുണി കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ടോപ്പ് അടിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കഴുത്തിനൊരു ഡിസൈൻ ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അതേപോലെ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ അടിച്ച് വെച്ച് സെറ്റാക്കിയത് നമുക്ക് നെക്കിൻ്റെ കഴുത്തിന് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളിപ്പോൾ ഡ്രസ്സിൽ നെക്കിൻ്റെ അകലവും താവും മാർക്ക് ചെയ്ത് അതൊന്ന് റൗണ്ടായിട്ട് മുറിച്ചെടുത്തെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ റൗണ്ട് നെക്കിലാന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിൽ ഇത് വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ. റൗണ്ടിനോ സ്ക്വയറിനോ നിങ്ങളുടെ ഇഷ്ടമുള്ള ഡിസൈനിന് ഈ നമ്മളാക്കുന്ന സംഭവം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ മുറിച്ചെടുത്ത അതിൻ്റെ അടുത്ത് ഒരു സെൻറ്ററിനൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ താഴത്തേക്കും ആ സെൻറ്ററിനൊരു ചെറിയ ലൈൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ വെക്കുമ്പോൾ സെൻറ്ററിൽ തന്നെ വെക്കേണ്ടതല്ലേ. അപ്പം ചരിഞ്ഞ് പോവാതിരിക്കാനാണ് ഇപ്പോൾ ഈ ലൈൻ ചെയ്തിട്ടുള്ളത്. ഈ ലൈൻ ചെയ്തതിൻ്റെ മുകളിൽ നമ്മളിപ്പം ചെയ്ത് വെച്ച ഡിസൈൻ ചെയ്ത് വെച്ചതിൻ്റെ സെൻറ്ററും കൂടെ മാർക്ക് ചെയ്തിട്ട് അതും കൂടെ സെൻറ്ററിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ചരിഞ്ഞ് പോവാതിരിക്കുക. ആ ലൈനിന് കറക്റ്റായിട്ട് വെക്കണം. എന്നിട്ട് അവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഒരു പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ 2 സൈഡും അതിന് ചുറ്റും ഒന്ന് അടിച്ചെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ആ കഴുത്തൊന്ന് ഫിനിഷിങ് ചെയ്യണം. അതിന് ക്രോസ് പീസ് ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് അതിനെ 2ആയി മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് പൈപ്പിങ്ങും കൂടെ ഇട്ടെടുക്കാം. അപ്പം ഇതേപോലെ ഒന്ന് 2ആയിട്ട് മടക്കിയെടുക്കുക. 1 ഇഞ്ച് വീതിയിലാണ് മുറിച്ചെടുക്കേണ്ടത്. ഇനി 1 ഇഞ്ച് വീതി അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പോലെ ക്രോസ് പീസ് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനെ 2ആയി മടക്കിയതിന് ശേഷം അത് സൈഡൊക്കെ മുറിച്ചെടുത്തിട്ട് 1/2 ഇഞ്ച് വീതിയിൽ ആക്കിയെടുത്താൽ മതി. അതിനുശേഷം ഇതേപോലെ കഴുത്തിന് തയ്യൽ തുമ്പും വെച്ചിട്ട് കഴുത്തിൻ്റെ മോശം വശത്തേക്ക് വെച്ച് അടിച്ചെടുക്കുക. ഒറിജിനൽ തുണീൻ്റെ മോശം വശത്താണ് വെച്ചടിച്ചിട്ടുള്ളത്. ഇനി സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ആ തുണീനെ നല്ല വശത്തേക്ക് തിരിച്ചിടുക. ഈ സൈഡാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. ഇങ്ങേ സൈഡ് അതിൻ്റെ കരയിലല്ല, ഇങ്ങേ സൈഡ് മാത്രം അടിച്ചാൽ മതി. കരയിൽ അടിക്കണം എന്നില്ല. അപ്പോൾ ആ പച്ച തുണീൻ്റെ മടക്ക് വരുന്ന ആ ഭാഗത്താണ് അടിച്ചെടുക്കുന്നത്. മറ്റേ കരയോട് അടുപ്പിച്ചിട്ടുള്ള ആ ഭാഗത്ത് കഴുത്തിൻ്റെ ഭാഗം അടിച്ചു കഴിഞ്ഞാൽ കഴുത്ത് നീറ്റുണ്ടാവില്ല. അപ്പം നമ്മൾ കഴുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണമെങ്കിൽ ബട്ടൺസ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഇതേപോലെ പ്ലെയിൻ തുണി കിട്ടുകയാണെങ്കിൽ പല മോഡൽ ഡിസൈനും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും.